ഹലോ ഓൾ, എല്ലാവർക്കും AR ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് ക്ഷേത്രപൂജകൾ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും പൊതുവായ ചില നിത്യാനുഷ്ഠാനങ്ങൾ കാണാം. ഇവ ദേവതാ സങ്കല്പം, സ്ഥലപുരാണം എന്നിവ അനുസരിച്ച് ഓരോ ക്ഷേത്രത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ആദ്യ ക്ഷേത്രപൂജയെ പറ്റിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നിർമാല്യം. പുലർച്ചെ നട തുറന്ന് തലേ ദിവസത്തെ പൂക്കളും മാലകളും മാറ്റി വിഗ്രഹം കഴുകി അണിയിച്ചൊരുക്കുന്ന ചടങ്ങിനെയാണ് നമ്മൾ നിർമാല്യം എന്ന് പറയുന്നത്. തലേ ദിവസത്തെ പ്രസാദവും അതുപോലെ തന്നെ പൂക്കളമെല്ലാം എടുത്തു മാറ്റി നമ്മൾ വിഗ്രഹം കഴുകി അണിയിച്ചൊരുക്കുന്ന ചടങ്ങിനെയാണ് നിർമാല്യം എന്ന് പറയുന്നത്. അടുത്തത് അഭിഷേകം. വിഗ്രഹത്തിൽ പാൽ, വെള്ളം, എണ്ണ, നെയ്യ്, പനിനീർ തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്നത് ആണ് അഭിഷേകം. വിഗ്രഹത്തിൽ പാൽ, വെള്ളം, എണ്ണ, നെയ്യ്, പനിനീർ തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്നതാണ് അഭിഷേകം. അടുത്തത് ഉഷപൂജ. രാവിലെ നിർമാല്യത്തിന് അഭിഷേകത്തിന് ശേഷം നടത്തുന്ന ആദ്യ പൂജ, രാവിലെ നടത്തുന്ന ആദ്യത്തെ പൂജയാണ് ഉഷപൂജ എന്ന് പറയുന്നത്. അടുത്തത് പന്തിരടി പൂജ. ഉച്ചയ്ക്ക് മുമ്പായി ഏകദേശം 12 അടി അകലെയുള്ള ദീപത്തിന്റെ നിഴൽ പതിക്കുന്ന സമയത്ത് നടത്തുന്ന പൂജ എന്നാണ് ഇതിനർത്ഥം. മനുഷ്യന്റെ കാൽവെപ്പ് ദൂരം എന്നതാണ് ഈ 12 അടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഉച്ചപൂജ. ഉച്ചയ്ക്ക് നടത്തുന്ന പ്രധാന പൂജയാണ് ഉച്ചപൂജ. അടുത്തത് അത്താഴ പൂജ. രാത്രി നട അടയ്ക്കുന്നതിന് മുൻപേ നടത്തുന്ന അവസാനത്തെ പൂജയാണ് അത്താഴ പൂജ. ദീപാരാധന. സന്ധ്യാസമയത്ത് ദീപങ്ങൾ തെളിയിച്ച് നടത്തുന്ന പൂജയാണ് ദീപാരാധന. ശീവേലി. വെള്ളിക്കല്ലുകളിൽ നിവേദ്യം സമർപ്പിച്ച് വിഗ്രഹത്തെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന ചടങ്ങിനെയാണ് ശീവേലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കിയത് നിർമാല്യം. നിർമാല്യം എന്നാൽ പുലർച്ചെ നട തുറന്ന് തലേ ദിവസത്തെ പൂക്കളും മാലകളും മാറ്റി വിഗ്രഹം കഴുകി അണിച്ചൊരുക്കുന്ന ചടങ്ങിനെയാണ് നിർമാല്യം എന്ന് പറയുന്നത്. അടുത്തത് അഭിഷേകം. വിഗ്രഹത്തിൽ പാല്, വെള്ളം, എണ്ണ, നെയ്യ്, പനിനീർ തുടങ്ങിയവ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്നതാണ് അഭിഷേകം. ഉഷപൂജ രാവിലെ നടത്തുന്ന ആദ്യത്തെ പൂജയെയാണ് ഉഷപൂജ എന്ന് പറയുന്നത്. പന്തിരടി പൂജ. ഉച്ചയ്ക്ക് മുമ്പായി ഏകദേശം 12 അടി അകലെയുള്ള ദീപത്തിൽ നിഴൽ പതിക്കുന്ന സമയത്ത് നടത്തുന്ന പൂജ. മനുഷ്യന്റെ കാൽവെപ്പ് ദൂരം എന്നും 12 അടി എന്നും ഇതിന് നമുക്ക് പറയാൻ സാധിക്കും. ഉച്ചപൂജ. ഉച്ചയ്ക്ക് നടത്തുന്ന പ്രധാന പൂജയാണ് ഉച്ചപൂജ. അടുത്തത് അത്താഴ പൂജ. രാത്രി നടയടയ്ക്കുന്നതിന് മുമ്പ് നടത്തുന്ന അവസാനത്തെ പൂജയാണ് അത്താഴ പൂജ. അടുത്തത് ദീപാരാധന. സന്ധ്യാസമയത്ത് ദീപങ്ങൾ തെളിയിച്ച് കാണാൻ വളരെ സൗന്ദര്യമുള്ളതായിരിക്കും ഈ ദീപാരാധന. അടുത്തത് ശീവേലി. വെള്ളിക്കല്ലുകളിൽ നിവേദ്യം സമർപ്പിച്ച് വിഗ്രഹത്തെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന ചടങ്ങിനെയാണ് ശീവേലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.